ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അവസാനം ഈശോയുടെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നതാണ്. ഈശോയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതായ വിവരണം സുവിശേഷകന്മാർ നൽകുമ്പോൾ അവർ പറയുന്ന ഇപ്രകാരമാണല്ലോ. മർക്കോസ് 1-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പിന്നീട് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ 3 വർഷക്കാലത്തെപ്പറ്റി വിവരിച്ച് സുവിശേഷകന്മാർ നീങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ്, അവിടെയും സുവിശേഷകന്മാർ അടിവരയിട്ട് പറയുന്ന കാര്യം, ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കുരിശുമരണത്തിനും ഉത്ഥാനത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് മുമ്പുള്ള 40 ദിവസങ്ങളിൽ ഈശോ പഠിപ്പിച്ചതും ദൈവരാജ്യത്തെക്കുറിച്ചാണ് എന്ന് അപ്പോസ്തല പ്രവർത്തനം 1:3 നാം വായിക്കുന്നു. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോയുടെ ഉള്ള് നിറഞ്ഞു നിന്ന ഈ ഒരു ചിന്ത ദൈവരാജ്യം, അതേപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി ഈശോ കണ്ടത് പിശാചിനെയാണ്, സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും, അല്ലെങ്കിൽ ഒരു നരകരാജ്യത്തെയാണ്. അവിടുന്ന് മത്തായി 12:28 നാം വായിക്കുന്നു. അവിടുന്ന് വ്യക്തമാക്കുന്നു, ദൈവ ആത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോ പ്രഘോഷിച്ച ഈ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ഏറ്റവും സുനിശ്ചിതവും ആധികാരികവുമായ അടയാളവും വേദിയും സാന്നിധ്യവും തിരുസഭയാണ്. ഈ തിരുസഭയെ താൻ സ്ഥാപിക്കും എന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നതായ ആദ്യ രംഗം മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കേസറിയ ഫിലിപ്പിൽ വെച്ച് പത്രോസിനോട് സംസാരിക്കുമ്പോൾ അവിടെ ഈശോ പറഞ്ഞല്ലോ, പത്രോസിനോട്, കേപ്പാ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അവിടുന്ന് പെട്ടെന്ന് തന്നെ കൂട്ടിച്ചേർത്തു, നരകത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പം സഭയ്ക്കെതിരെയുള്ള ശക്തമായ എതിർപ്പിൻ്റെ, ഉപദ്രവത്തിൻ്റെ, ആക്രമണത്തിൻ്റെ, ശത്രുതയുടെ തലമായിട്ട് ഈശോ അവിടെ അടിവരയിട്ട് കാണിക്കുന്നത് നരകത്തെയാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ ഈശോ ശെമയോനോട് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നു, ശെമയോൻ, ശെമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ ഉദ്യമിച്ചു. അന്ന് ശെമയോന് അത് കേട്ടപ്പോൾ മനസ്സിലായില്ല. പിന്നീട് ഗെത്സമേൻ തോട്ടത്തിൻ്റെ അനുഭവം കഴിഞ്ഞ് തീ കായുന്നിടത്ത് എത്തിയപ്പോൾ ശെമയോൻ പത്രോസിൻ്റെ മനസ്സിലായി സാത്താൻ്റെ ഉദ്യമം എന്തുമാത്രം ഉപദ്രവം ചെയ്തുവെന്ന്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം സഭാ തലവനായിട്ട് ശുശ്രൂഷ ചെയ്യവേ തൻ്റെ സഭാമക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് എഴുതി. 1 പത്രോസ് 5:8 നാം വായിക്കുന്നു, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്ന്. പത്രോസിനെ വീഴിക്കാൻ ഉദ്യമിച്ച പിശാച് ദൈവജനത്തെ, ദൈവമക്കൾ ഓരോരുത്തരെയും വീഴിക്കാനായിട്ട് ഒരു അലംഭാവം കാണിക്കുകയില്ല എന്ന് പത്രോസിന് ഉറപ്പായിരുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മുന്നറിയിപ്പ് തരുന്നുണ്ട്. 2014 ഏപ്രിൽ 11-ാം തീയതിയിലെ പ്രഭാത വിചിന്തനത്തിൽ പാപ്പ തെളിച്ചു പറഞ്ഞു, പിശാച് എന്നത് മക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും പിശാചുണ്ട്. അവൻ പ്രവർത്തന നിരതനാണ്. അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ, പാഠങ്ങൾ സുവിശേഷത്തിൻ്റെ പേജുകളിൽ നിന്ന് നാം ഇന്ന് പഠിക്കണം. എഫേസ്യസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ പൗലോസ് അപ്പോസ്തലനും ആഹ്വാനം ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ
ഈ ഒരു പ്രബോധന പരമ്പരയിലൂടെ, വചന വിചിന്തനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായിട്ട് ഈശോയുടെ കാൽക്കലിരിക്കുകയാണ്. ലൂക്ക 8:10 നാം വായിക്കുന്നല്ലോ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. ആ വരം നമുക്ക് അറിഞ്ഞ് സ്വീകരിക്കുവാനായിട്ട് ഈശോയുടെ പാദങ്ങളിൽ ഇരിക്കാം. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്ന ഒരു സഹോദരിയെപ്പറ്റി ഞാൻ പങ്കുവച്ചല്ലോ. ഭർത്താവ് കൊണ്ടുവന്ന സഹോദരി, അവിടെ ഉള്ളിൽ മുഴുവൻ പിശാചാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിനെ ഇറക്കി വിടാനായിട്ട് പരിശ്രമിച്ചിട്ട് നിസ്സഹായതയിൽ, പിശാചുണ്ടെന്ന ബോധ്യം എനിക്കില്ലായിരുന്നെങ്കിലും 20 വർഷം മുമ്പത്തെ സംഭവമാണത്. ആ വ്യക്തിയോട് പക്കൽ 2 മണിക്കൂറോളം ഞാൻ സംസാരിച്ച് നോക്കിയിട്ടും പരിഹാരമാകാതെ വന്നപ്പം ദേവാലയത്തിൽ കൊണ്ടുപോയി ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമ്പെട്ട സംഭവം, പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അവസരമുണ്ടാക്കിയ സംഭവം പങ്കുവച്ചിരുന്നല്ലോ. അതിൽ ആ സഹോദരിയുടെ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈശോയുടെ നാമം പറഞ്ഞും കുരിശൻ്റെ അടയാളം നെറ്റിയിൽ വരച്ചും എന്തെങ്കിലും തിന്മയുടെ അരൂപികൾ ഈ സഹോദരിയുടെ ശരീരത്തിൽ ഉള്ളത്തിലുണ്ടായെങ്കിൽ പുറത്തു പോകട്ടെ എന്ന് ഞാൻ മൗനമായിട്ടാണെങ്കിൽ പോലും പറഞ്ഞ നിമിഷത്തിൽ ആ സഹോദരി തല കുടഞ്ഞുകൊണ്ട് വല്ലാണ്ട് വയലൻ്റായിട്ട് പ്രതികരിച്ചതായിട്ട് നാം കാണുകയുണ്ടായി. പൈശാചികമായ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് സഭ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളം ഡിസൈൻ ചെയ്യാനായിട്ട്, അടയാളം ഇതാണ്: വിശുദ്ധമായ കാര്യങ്ങളോട്, കുരിശിൻ്റെ അടയാളത്തോട്, ദൈവത്തിൻ്റെ തിരുനാമത്തോടുള്ള വലിയ അകൽച്ച. നമ്മുടെ ജീവിതത്തിലും ചില അവസരങ്ങളിലൊക്കെ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ കയറാൻ തോന്നുന്നില്ല, പള്ളിയിലിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ അനുഭവം ശക്തമായിട്ട് തുടരുന്ന, നിലനിൽക്കുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളിയിൽ വരാമെന്ന് പറയും, പള്ളിയുടെ വാതൊക്കെ വരെ വരും, ഒരുമിച്ച് വണ്ടിയെ വന്നിറങ്ങുന്നു, പക്ഷേ പള്ളിക്കകത്തോട്ട് കയറത്തില്ല. ഇനി കയറിയാൽ തന്നെ അല്പം കഴിയുമ്പോൾ ഈ ആളിനെ കാണുകയില്ല, അവർ പുറത്തിറങ്ങി പോവുകയാണ്. അതുമല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ വചനം വായിക്കാനായിട്ട് നമുക്ക് ബൈബിൾ തുറന്ന് കഴിയുമ്പോൾ അങ്ങ് വായിക്കാനായിട്ട് പറ്റുന്നില്ല. ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു പക്ഷേ തീരുമാനമെടുത്തിട്ടുണ്ട്, ഇത്ര സമയം ഞാൻ വായിക്കും. സമയമായപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് തുറക്കുന്നു. എവിടെയാണ് വായിക്കേണ്ടത്? ഞാൻ സുവിശേഷ ഭാഗം എടുത്തു, വായിച്ചേക്കാം. വായിക്കാൻ തുടങ്ങിയപ്പോഴേ വല്ലാണ്ട് ബോറായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, ഇവിടെ എന്നാ വായിക്കാൻ? എന്നാൽ പിന്നെ ലേഖനം വായിച്ചേക്കാം. ലേഖന ഭാഗം എടുത്തു, അവിടെ കുറച്ച് വായിക്കാൻ നോക്കിയിട്ട് അതൊന്നും ഒരു സുഖം തോന്നുന്നില്ല, മടക്കി വെച്ചേക്കാം. പക്ഷേ വചനം വായിക്കണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്, എന്നാൽ പഴയ നിയമം എവിടെയെങ്കിലും വായിക്കാം. പഴയ നിയമം എടുത്ത് നോക്കി, അതും പറ്റുന്നില്ല, എന്നാൽ പിന്നെ എങ്ങാനും ആകട്ടെ. ഇങ്ങനെ എണീറ്റ് പോവുകയാണ്. വചനം വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതേസമയം നാം ഒരു ധ്യാനം കൂടി ഒരാഴ്ച വചനങ്ങൾ കേട്ടു, നല്ലപോലെ കുമ്പസാരിച്ചു, സൗഖ്യപ്രാർത്ഥനയെടുത്തു, സ്തുതിച്ച് പ്രാർത്ഥിച്ചു, അഭിഷേകം സ്വീകരിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് വചനമെടുത്ത് വായിക്കാൻ നല്ല രുചിയാണ്, നല്ല എളുപ്പമാണ്, സമയം പോകുന്ന അറിയുന്നില്ല. വചന പ്രഘോഷണം കേട്ടിരിക്കാനായിട്ട് നമുക്ക് ഉള്ളിന് നല്ല അഭിരുചിയുണ്ട്. ഈ രണ്ടവസ്ഥയും തമ്മിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ദൈവരാജ്യ അനുഭവത്തിലാണോ നരകരാജ്യ അനുഭവത്തിലാണോ നാം നീങ്ങുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ചില സൂചനകൾ അവിടെയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവരാജ്യവും നരകരാജ്യവും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് കയറി വരാവുന്ന കാര്യമാണ്. നമ്മൾ മാമോദിസ സ്വീകരിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുരിശ് വരയ്ക്കുന്നു, അങ്ങനെ സാമാന്യമൊക്കെ ഭംഗിയായിട്ട് പോകുന്ന അവസ്ഥയിൽ പിശാചൻ എൻ്റെ മേൽ പിടുത്തം കിട്ടി അവൻ നിയന്ത്രിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് ശങ്കിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു പരിധി വിട്ട ഒരു അതിര് കടന്ന രീതിയിലുള്ള ഒരു ശങ്കയുടെയും ഒക്കെ ചിന്തയല്ലേ, രീതിയല്ലേ എന്ന് നമുക്ക് തോന്നാം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ
കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസിന് ഉണ്ടാകുന്നൊരു അനുഭവം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ഈശോ കേസറിയ ഫിലിപ്പിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഉത്തരം കേട്ട് ചോദിക്കും, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം കൊടുക്കുന്നു. അതിൻ്റെ മറുപടി ആയിട്ടാണല്ലോ ഈശോ പറയുന്നത്, സഭയെ ഞാൻ സ്ഥാപിക്കും, നരകത്തിൻ്റെ കവാടം ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നാൽ പ്രബലപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബലപ്പെടാം, ആക്രമണങ്ങൾ ഉണ്ടാകാം എന്നാണ്. പക്ഷെ പ്രബലപ്പെടുകയില്ല, നിൻ്റെ സഭയുടെ മേൽ മേൽക്കൈ നേടുകയില്ല, പക്ഷെ ആക്രമണം ഉണ്ടാകും. അതാണ് ആ ഒരു സൂചനയുടെ അർത്ഥം. നമ്മൾ പ്രാരംഭ പരാമർശത്തിൽ ശ്രദ്ധിക്കുകയുണ്ടായി, സഭയെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈശോ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണിത്. ഇവിടെ നമ്മൾ പത്രോസിൻ്റെ അനുഭവം ശ്രദ്ധിക്കുമ്പോൾ കേസറിയ ഫിലിപ്പിയിൽ വെച്ച്, എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്, മാംസരക്തങ്ങളല്ല, നിൻ്റെ ബുദ്ധിയും ചിന്തയും ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞ് പത്രോസിനെ പറ്റി സന്തോഷം പറഞ്ഞ് അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്ന ഈശോ. ആ ഈശോ തന്നെ നമുക്കറിയാം തുടർന്ന് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1-ാം പ്രാവശ്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് മനുഷ്യപുത്രൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, അവരവനെ പീഡിപ്പിക്കും, കുശിത്തറയ്ക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ ചിന്ത കേൾക്കുമ്പോഴേ ശിഷ്യന്മാരെല്ലാവരും അസ്വസ്ഥരായി, ആരും ഒന്നും മിണ്ടില്ല. പക്ഷേ പത്രോസ് എടുത്തു ചാടി, ഒരുപക്ഷെ തൻ്റെ മേലാണ് ഈശോ സഭയെ സ്ഥാപിക്കുന്ന അംഗീകാരം, താക്കോല് തരുന്നു. ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം പത്രോസ് പറഞ്ഞ, കർത്താവേ, ദൈവം കനിയട്ടെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോയുടെ പ്രതികരണം നമുക്കറിയാം. ഈശോ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി, കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നേരെ വിളിക്കുന്നത്, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്. ഏതാനും മിനിറ്റുകളുടെ അന്തരം മാത്രം. തൊട്ടു മുമ്പ് പിതാവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അതേപടി പങ്കുവെച്ച് സഭ സ്ഥാപിക്കപ്പെടുന്ന പാറയായിട്ട് പത്രോസിനെ ഈശോ തെളിച്ച് മനോഹരമായിട്ട് ശ്ലാഘിച്ചു നിർത്തുന്നു. തൊട്ടടുത്ത അവസരത്തിൽ പിശാച് സംസാരിക്കുന്ന അധരങ്ങളുടെ ഉടമയായിട്ട് ഇതേ പത്രോസ് മാറുകയാണ്. അത് തെളിച്ചു പറഞ്ഞ് സാത്താനെയും തന്നെ വിളിക്കാൻ ഈശോ ഒരു മടിയും കാണിക്കുന്നില്ല. പത്രോസ് സാത്താനാണ് എന്നല്ല അർത്ഥം, നമുക്കറിയാം. പക്ഷേ പത്രോസിലൂടെ സംസാരിച്ചത് സാത്താനാണ് എന്നാണ് ഈശോ അർത്ഥമാക്കുന്നത്. ഈ പത്രോസിനെ കുറിച്ച് ഈശോ അവിടെ പറയുന്ന കാര്യം, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനാ സാത്താനെന്ന് വിളിക്കുന്നത്? മനുഷ്യ, അല്ലെ പച്ച മനുഷ്യ, കെട്ട മനുഷ്യ എന്ന് വിളിച്ചാൽ പോരെ. നിൻ്റെ ചിന്ത മാനുഷികമാണെന്ന് പറഞ്ഞിട്ട് ഈശോ അദ്ദേഹത്തെ വിളിച്ചത് സാത്താനെന്നാണ്. എന്ന് വെച്ചാൽ മാനുഷികമാണ് എന്ന് നമ്മൾ കരുതുന്നതായ പല ചിന്തകളുടെയും പിറകിൽ കടിഞ്ഞാൺ പിടിച്ച് നിന്ന് നമ്മളെ വഴിതെറ്റിച്ച് ദൈവരാജ്യത്തിൻ്റെ മനോഹരമായ വീഥിയിൽ നിന്നും നരകരാജ്യത്തിൻ്റെ വിശാലമായ എളുപ്പമായ വീഥിയിലേക്ക് ഇറക്കിക്കൊണ്ടു പോകാനായിട്ട് സാത്താൻ വിദഗ്ധനാണ്. അവൻ പലപ്പോഴും അതിന് ഒരുമ്പെടും. ഇതേപ്പറ്റി നമുക്ക് അവബോധം വേണം എന്ന് തന്നെയാണ്. ഈ ബോധ്യം ആഴപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ആരംഭ ചിന്തയിൽ സൂചിപ്പിച്ചല്ലോ, പത്രോസ് തൻ്റെ ലേഖനത്തിൽ തൻ്റെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസി ദൈവജന മക്കൾക്ക് എഴുതുമ്പോൾ പറയുന്നത്, അലറുന്ന സിംഹത്തെ പോലെ പിശാച് സാത്താൻ ചുറ്റി നടക്കുന്നുണ്ട്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട്. ഒന്നാമത്തെ മാർപ്പാപ്പയായ തന്നെ പോലും സാത്താൻ ഇതുപോലെ തെറ്റിച്ചു. അത് തെറ്റിയെന്ന് തനിക്ക് സംശയം വന്നതല്ല, വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തിയതല്ല. സാക്ഷാൽ ഗുരു ഈശോ തന്നെ ഒരു സംശയത്തിന് ഇടയില്ലാത്ത രീതിയിൽ സാത്താനെ എന്ന് വിളിച്ചുകൊണ്ട് അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ പിശാചിൻ്റെ പ്രേരണകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനായിട്ട് വളരെ ജാഗ്രത വേണം എന്ന് പത്രോസ് തൻ്റെ ശുശ്രൂഷയ്ക്ക് ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർക്ക് തെളിച്ച് എഴുതുന്നതാണ് 1 പത്രോസ് 5 നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കുന്നത്
വളരെ മാനുഷികമെന്ന് നമ്മൾ വിചാരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ പോലും നരകരാജ്യം ഞൂഴ്ന്ന് കയറാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. ചിലപ്പോഴൊക്കെ പൈശാചികമായ തലങ്ങളെപ്പറ്റി പങ്കുവെക്കുമ്പോൾ പറയുമ്പോൾ വളരെ വിവേകത്തോടുകൂടെ നീങ്ങണം എന്ന് അർത്ഥമാക്കിക്കൊണ്ട് പലരും പറയാറുണ്ട്, എവിടെയെങ്കിലും കുറ്റിച്ചെടി അനങ്ങുന്നിടത്തെല്ലാം അവിടെ പിശാചാണെന്നും പറഞ്ഞ് പത്തരമായിട്ട് ചാടി വീണ് തള്ളരുത്. അതുമല്ല പട്ടിയോ പന്നിയോ പൂച്ചയോ എലിയോ ഒക്കെ ആയിരിക്കും, അനങ്ങുന്നതെല്ലാം പിശാചാന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ സകലയിടത്തും സകലതിരും പിശാച് എന്നൊരു ചിന്ത ആവശ്യമില്ല, വേണ്ട. അത് 100% ശരിയാണ്. എന്ന് വെച്ച് അതിന് മറുവശമുണ്ട്. എന്ത് എവിടെ കണ്ടാലും അതൊന്നും പൈശാചികമായ ഇടപെടലിൻ്റെ തലമേ അല്ല എന്നുള്ള ചിന്തയും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. സഭയുടെ ആധികാരികമായ ബഹിഷ്കരണ ശുശ്രൂഷയ്ക്കുള്ള പ്രാർത്ഥന മേജർ റൈറ്റ് ഫോർ മേജർ എക്സോസിസം, ആ പ്രാർത്ഥനയുടെ സാക്രമെൻ്റൽ പ്രാർത്ഥന, അതിൻ്റെ പ്രാരംഭമായിട്ട് 10-35ഓളം പ്രാരംഭ കുറിപ്പുകൾ സഭ നൽകുന്നുണ്ട്. ആ കുറിപ്പുകളിൽ സഭ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് അസ്വസ്ഥത കണ്ടാലും എന്ത് അനക്കം കണ്ടാലും പിശാചാണ് ചിന്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. എന്ത് കണ്ടാലും എന്ത് വന്നാലും അത് പിശാചൊന്നും അല്ല, മെഡിക്കലായിട്ടും സൈക്കാട്രിയായിട്ട് പരിഗണിക്കേണ്ട എന്ന ചിന്തയും ഒഴിവാക്കണം, വിവേചിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിന്തിച്ചതായ വചനഭാഗത്ത് മാനുഷികമായിട്ട് ചിന്തിച്ച പത്രോസിൻ്റെ ആ ചിന്തയിൽ ഈശോ കണ്ടത് പൈശാചികമായ ഇടപെടലാണ്. ആ ഒരു രംഗത്തിൻ്റെ ഒരു സാധാരണ വശവും കൂടെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. എന്ന് വെച്ചാൽ ആ രംഗം നമ്മളത് മനസ്സിൽ കണ്ടു നോക്കിക്കി. അപ്പസ്തലന്മാരെ കൂട്ടി ഈശോ നീങ്ങുന്നു ജെറുസലേമിലേക്ക്. തൻ്റെ പീഡാസഹനത്തെപ്പറ്റി തുറന്നു പറയുന്നു. കുരിശിൽ തറച്ച് കൊല്ലും തന്നെ. നാം ജെറുസലേമിൽ ചെല്ലുമ്പോൾ ജെറുസലേമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് 30-31 വയസ്സേ ഉള്ളൂ. കുരിശിൽ തറച്ച് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് എത്ര ഭീകരമായൊരു അനുഭവമാണ്. ഈ ശിഷ്യന്മാരും ഈശോയും ഒക്കെ പല അവസരങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ പോകുമ്പം നഗരത്തിൻ്റെ പുറത്തുള്ള ആ കുന്നിൽ, കാൽവരി എന്ന് പറയുന്ന കുന്നിൽ നാട്ടി നിർത്തിയിരിക്കുന്ന കുരിശുകളിൽ തൂങ്ങിക്കിടന്ന് പെടഞ്ഞ് കാറി മരിക്കുന്ന പലരെ കണ്ടിട്ടുണ്ട്. ഭീകരമായ കാഴ്ച, ഞടുക്കുന്ന കാഴ്ച. മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ശരീരങ്ങൾ അവിടെ ജീർണിച്ച് അറ്റുവീണ് അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു മരണത്തിലേക്ക് തൻ്റെ ഗുരു പോകണം എന്ന് കേൾക്കുന്ന പത്രോസ് ഈ പ്രതികരിച്ചതുപോലെ അല്ലാതെ എങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നത്? പത്രോസ് ഈശോയെ മാറ്റി നിർത്തിയിട്ട്, കർത്താവേ, നീ എന്നതാ പറഞ്ഞത്? നമ്മൾ ജെറുസലേമിലേക്ക് ചെല്ലുമ്പോൾ അവർ നിന്നെ പിടിച്ച് ചമ്മട്ടി അടിച്ച് കുരിശ് തറച്ച് കൊല്ലുമെന്നോ? കർത്താവേ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കണം കർത്താവേ എന്ന് പറയാനായിട്ട് അല്പമെങ്കിലും സ്നേഹമുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. നമ്മൾ ആ രംഗം അങ്ങനെ ഭാവനയെ കാണണം. അപ്പോൾ പത്രോസിൻ്റെ ആ പ്രതികരണം എത്രയോ സ്വാഭാവികമാണ്. പക്ഷേ സ്വാഭാവികമായ പ്രതികരണത്തിനകത്താണ്, ഈശോ തന്നെ പറയുന്ന മാനുഷികമെന്ന് വിശേഷിപ്പിക്കുന്ന പ്രതികരണത്തിനകത്താണ് സാത്താൻ മുഴുവനായിട്ട് കയറി നിന്ന് നിയന്ത്രിക്കുന്നത്. ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസിൻ്റെ ജീവിതത്തിൽ സാത്താൻ്റെ ഇടപെടലുണ്ടായപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ഈശോയാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് എവിടെയാണ്, പൈശാചിക ആത്മാവ് നയിക്കുന്നത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ ഈശോയെപ്പോൾ നമുക്കാർക്ക് സാധിക്കത്തില്ല. എങ്കിലും നമുക്ക് സാധിക്കണം. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് ഈശോ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് ഈശോ പറഞ്ഞു, സാത്താനെ മാറിപ്പോ. ഇന്ന് എത്രയോ അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായിട്ട് നോക്കുമ്പോൾ വളരെ സുഖകരമായ ചിന്തകളുമായിട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുന്നു. എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ ആത്മീയരായിട്ട് ഒരുമിച്ച് നീങ്ങുന്നവർ പോലും എത്രയോ അവസരങ്ങളിൽ നമ്മുടെ പക്കലെത്തിയിട്ട് അങ്ങനെ ചെയ്യണ്ട, അത് ശരിയാവുകയല്ല, തക്കാലം ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തിക്കൊണ്ട് പോകാൻ നോക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈശോ അടുത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, സാത്താനെ മാറിപ്പോ. പൗലോസ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ശുശ്രൂഷയെല്ലാം പൂർത്തീകരിച്ച് ജെറുസലേമിലേക്ക് പോകുന്ന രംഗം.
എഫേസോസിൽ എത്തുമ്പോൾ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ച് കൂട്ടി അവരോട് യാത്ര പറയുന്നു. അവിടെ 22, 23 തിരുവചനങ്ങൾ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നല്ലോ, ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്ന. എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന അവസ്ഥയിൽ പൗലോസ് അപ്പോസ്തലൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. നിർബന്ധിതനായി പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ദൈവരാജ്യ അനുഭവമാണത്. അങ്ങനെ പോകുന്ന പൗലോസ് അപ്പോസ്തലന് കിട്ടുന്നുണ്ട്. താൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ തനിക്ക് ഉണ്ടാകാൻ പോകുന്നത് ജെറുസലേമിൽ കാരാഗ്രഹം, പീഡനങ്ങൾ, ഒരുപക്ഷെ മരണം പോലും. ഇതുപോലെ യാത്രാ മധ്യത്തിലാണ് കൈസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ഈ കാര്യം തുറന്നു പറഞ്ഞത്, പത്രോസ് വിലക്കിയതും. അതുപോലെ തന്നെ ഒരു രംഗം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ സമാനമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ശുശ്രൂഷയുടെ യാത്രകളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ച് തൻ്റെ ദൗത്യം ഓട്ടം പൂർത്തിയാക്കാൻ സമയമായും തിരിച്ചറിയുമ്പോൾ അത് ജെറുസലേമിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ എഫേസോസിലെത്തി ശ്രേഷ്ഠന്മാരെല്ലാം വിളിച്ചു കൂട്ടി അവർക്ക് അന്ത്യ വചസ്സുകളൊക്കെ പറഞ്ഞു കൊടുത്തു, ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് 22, 23 തിരുവചനങ്ങളിൽ, ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്ന. എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മുട്ടുകുത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്രയാവുകയാണ്. തൊട്ടടുത്ത അധ്യായത്തിൽ അദ്ദേഹം കൈസറിയയിലെത്തുന്നു. അവിടെ ആയിരിക്കുമ്പോൾ, പീലിപ്പോസിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ 10-ാം വാക്യം, 10-11 വാക്യങ്ങൾ, അഗാബോസ് എന്നു പേരുള്ളൊരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിൻ്റെ അരപ്പട്ടയെടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിൻ്റെ ജെറുസലേമിലേക്ക് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി. കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറിയപ്പോൾ അതുവരെയും അവർ പൗലോസിൻ്റെ പക്കൽ ബലം പിടിച്ച് നടപ്പിലാക്കാൻ നോക്കിയത് കർത്താവിൻ്റെ ഹിതം ആയിരുന്നില്ല എന്നതിന് അർത്ഥമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെന്നെ ദുർബലപ്പെടുത്തരുത്, മനസ്സ് മടുപ്പിക്കരുത്. ഇങ്ങനെ കരഞ്ഞ് കാണിച്ച് നിർബന്ധം പിടിച്ചു. ആ നിർബന്ധപ്പെടുത്തൽ ആണ് പത്രോസ് കൈസറിയ ഫിലിപ്പിൽ വെച്ച് ഈശോയുടെ പക്കൽ ചെയ്തത്. ഇവിടെയും ഈ സഹോദരങ്ങൾ മാനുഷിക സ്നേഹത്താലാണ് ഇടപെടുന്നത്. ഒരുപക്ഷെ ഈശോയുടെ സ്ഥാനത്ത് ഉള്ളു ചേർത്ത് പൗലോസ് നിന്ന് വേണേൽ പറയാമായിരുന്നു, പിശാചുക്കളെ എന്നിൽ നിന്ന് ദൂരെ പോവുക, എന്നെ തടസ്സപ്പെടുത്തരുത്, നിങ്ങളുടെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഫലത്തിൽ വിവേചിച്ചെറിഞ്ഞ് അവരുടെ പൈശാചിക സ്വരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നീങ്ങുകയാണ്. പത്രോസിനെ പറ്റിയും ഇവിടെ പൗലോസിൻ്റെ അനുഭവത്തെപ്പറ്റിയും നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച സഹോദര പക്കലേക്ക് ഞാൻ വന്നു. കൈവച്ച് കുരിശൻ്റെ അടയാളം വരച്ച് ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ അരൂപി ബഹളം വെക്കുകയാണ്. ആ അരൂപിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ അരൂപിയുടെ പ്രവർത്തനത്തെ, ദൈവ പദ്ധതിയെ അംഗീകരിച്ച് ഒപ്പം പോകുവാനായിട്ട് പൈശാചിക അരൂപി നയിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കുകയില്ല. അതാണ് സഭ ചൂണ്ടിക്കാണിക്കുന്നത്. പൈശാചിക അരൂപിയുടെ സ്വാധീനത്തിൽ ഒരു വ്യക്തി നീങ്ങുമ്പോൾ ദൈവികമായ കാര്യങ്ങളോട്, വിശുദ്ധമായ കാര്യങ്ങളോട്, ദൈവത്തിൻ്റെ വചനത്തോട് അവേർഷൻ അനുഭവപ്പെടുന്നു. അത് ചില അവസരങ്ങളിൽ വളരെ പ്രകടമായ രീതിയിൽ വയലൻ്റായ രീതിയിൽ വരാം. മറ്റവസരങ്ങളിൽ നമ്മളിടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഉള്ളിൽ അനുഭവപ്പെടുന്ന വചനം എടുക്കുമ്പോൾ വായിക്കാൻ പറ്റുന്നില്ല. പള്ളിക്കകത്തൊരു കയറാൻ വരുമ്പം കയറാൻ തോന്നുന്നില്ല, കയറി തന്നെ ഇറങ്ങിപ്പോകാൻ തോന്നുന്നു. കുരിശ് വരയ്ക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു, വായിക്കോട്ട വരുന്നു, ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി ആരും ചിന്തിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ ചേർച്ചയിൽ അല്ല.
ദൈവരാജ്യം ഭരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ നരകരാജ്യം നമ്മളെ സ്വാധീനിക്കുന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനത്തെ അവസരം വരുമ്പോൾ നമ്മൾ ബലമായി നമ്മുടെ തന്നെ ബലം പ്രയോഗിച്ച് തമ്പുരാൻ്റെ മുമ്പിലേക്ക് മുട്ടിന്മേൽ വരണം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പിശാചിനെ അവസരം കിട്ടി എവിടെ നിന്ന് കണ്ടുപിടിക്കണം. പാപത്തിൻ്റെ അവസ്ഥകൾ കയറിക്കിടക്കുന്നുണ്ടാവാം, വെറുപ്പ് കയറിക്കിടക്കുന്നുണ്ടാവാം. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ തമ്പുരാൻ്റെ പക്കലേക്ക് വന്ന് ദൈവത്തിൻ്റെ ആത്മാവെ എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ കൊണ്ടുപോകണമേ, ദൈവരാജ്യത്തിലൂടെ എന്നെ ആഴപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥനയോടെ നീങ്ങാൻ നമുക്ക് സാധിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവരാജ്യ അനുഭവത്തിനായിട്ട് തുറന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മുട്ടുമേൽ നിൽക്കാൻ സാധിക്കുന്നവരങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുക. തമ്പുരാൻ്റെ സാന്നിധ്യത്തിലുള്ള ബഹുമാനത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടയാളമായി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം അങ്ങ് പങ്കുവെച്ച് തന്നതായ രഹസ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പത്രോസിനെ പോലെ അങ്ങയുടെ കൂടെ നടക്കുന്ന അവസ്ഥയിലും പൈശാചികമായ സ്വരങ്ങൾ ഞങ്ങളെ എന്തുമാത്രം സ്വാധീനിക്കാമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കെസറ ഫിലിപ്പിൽ വെച്ച് മാനുഷിക ചിന്തയുമായിട്ട് നിന്ന പത്രോസിനെ പോലും അങ്ങ് സാത്താനെ എന്ന് വിളിച്ചു. കേസറിയായിൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ ജെറുസലേമിലേക്ക് പോകുമ്പം തടസ്സപ്പെടുത്തിയ സഹോദരങ്ങളെ നിർബന്ധമായിട്ട് മാറ്റിവിട്ടുകൊണ്ട് ആ ജെറുസലേമിലേക്ക് അദ്ദേഹം മുന്നേറി ദൈവരാജ്യത്തിൻ്റെ വഴിയിൽ നിന്നും തെറ്റിപ്പോകാതെ നീങ്ങാനുള്ള പരിശ്രമത്തിൻ്റെ അടയാളം ഞങ്ങൾ കാണുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ അവസരങ്ങളിൽ പൈശാചികമായ പ്രേരണ കടന്നു വരുമ്പോൾ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കത്തോലിക്കാ സഭയെ ദൈവമേ അങ്ങ് എളിയ ദാസന് കഴിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകം അധികാരം അനുസരിച്ച് വാഗമൺ മൗണ്ടിൻ്റെ ധ്യാന കേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ നാമത്തിൽ കർത്താവെ എളിമയോടെ തുറവയോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥന അവർ ഉള്ളു തുറന്ന് ആയിരിക്കുന്ന ഈ മക്കളുടെ മേലെ കരമുയർത്തി ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. സകല നരകരാജ്യ സ്വരങ്ങൾ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. സകല പൈശാചിക ചിന്തകളിൽ നിന്ന് മക്കൾ സ്വതന്ത്രരാവട്ടെ. ദൈവത്തോടുള്ള വലിയ സാമീപ്യത്തിൻ്റെയും അടുപ്പത്തിൻ്റെ അഭിഷേകം കൊണ്ട് മക്കൾ നിറയട്ടെ. കർത്താവ് അങ്ങനെ ദൈവരാജ്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരും വളരെ ഇടവരികയും ചെയ്യട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.